ഹായ് മക്കളെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫെസ്റ്റീവ് ഫൺ എന്ന രണ്ടാമത്തെ യൂണിറ്റാണ്. ഇംഗ്ലീഷിലെ 3ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഫെസ്റ്റീവ് ഫൺ. യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. നിങ്ങൾ ഈ ലോകം എന്ന ഫെസ്റ്റിവലിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, നിങ്ങൾ ബ്ലെസ് ഉള്ളവരാണ് എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബ്ലെസ്സിങ്ങുമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവലുമാണ്. അപ്പോൾ നമ്മൾ നോക്കിയേ, വാട്ട് ഡസ് ദ പിക്ചർ ഷോ? വൈ ആർ ദ പീപ്പിൾ ഹാപ്പി? അപ്പോൾ മുകളിലത്തെ പിക്ചർ എന്താണ് കാണിക്കുന്നത്? അതെ, അവർ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നത്. അപ്പോൾ അപ്പൂപ്പൻ എന്തായിരിക്കും പാടുന്നത്? ഹാപ്പി ബർത്ത്ഡേ എന്നായിരിക്കും പാടുന്നത്. ലെറ്റ്സ് സിംഗ് എ സോങ്. അപ്പോൾ നമുക്കൊരു പാട്ട് പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. From good friends and true friends, from old friends and new friends. May good luck go with you and happiness too. അപ്പോൾ എന്താണ് പാടുന്നത്? ഹാപ്പി ബർത്ത്ഡേ ടു യു. നിനക്ക് പിറന്നാൾ ആശംസകൾ, നിനക്ക് പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ, പ്രിയപ്പെട്ട നിനക്ക് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫ്രം ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ട്രൂ ഫ്രണ്ട്സ്. ആരിൽ നിന്നൊക്കെയാണ്? നല്ല ഫ്രണ്ട്സിൽ നിന്നും ട്രൂ ഫ്രണ്ട്സിൽ നിന്നും. ഫ്രം ഓൾഡ് ഫ്രണ്ട്സ് ആൻഡ് ന്യൂ ഫ്രണ്ട്സ്, പഴയ ഫ്രണ്ട്സിൽ നിന്നും പുതിയ ഫ്രണ്ട്സിൽ നിന്നും. മേ ഗുഡ് ലക്ക് ഗോ വിത്ത് യു, നിനക്ക് നല്ല ലക്ക് ഉണ്ടാവട്ടെ. ആൻഡ് ഹാപ്പിനെസ് ടു, പിന്നെന്തും സന്തോഷവും ഉണ്ടാകട്ടെ എന്നാണ് ഹാപ്പി ബർത്ത്ഡേ വിഷ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ ബർത്ത്ഡേ സോങ് ഒക്കെ പാടിയിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നിരിക്കാം. അപ്പോഴും നിങ്ങളെല്ലാവരും എന്തായാലും ഒരു ബർത്ത്ഡേ സോങ് പാടിയിട്ടുണ്ടായിരിക്കും. ദ സീ പാലസ്. സീ പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിലെ കൊട്ടാരം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു സ്വർണ്ണ നിറമുള്ള മീനാണ് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത്. ഗോൾഡ് ഫിഷ് കടലിൽ ഇങ്ങനെ സ്വിം ചെയ്യുകയായിരുന്നു. ഹീ സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവൻ നോക്കിയപ്പോഴോ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരേ ദിശയിലേക്ക് പോകുന്നു. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഇൻ ദ വേവ്സ്. അപ്പോൾ ആ വേവ്സിൽ, ആ തിരമാലകളിൽ ഒരു സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു. സ്റ്റാർ ഫിഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? നക്ഷത്ര ഷേപ്പുള്ള മീനാണ് സ്റ്റാർ ഫിഷ്. എ ജെല്ലി ഫിഷ് സ്പാർക്ക്ഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഡോൾഫിൻസ് വെയർ ഡാൻസിങ്. അവൻ നോക്കിയപ്പോൾ ഒരു സ്റ്റാർ ഫിഷ് ഉണ്ട്, അവൻ്റെ കൂട്ടുകാരെല്ലാവരും ഒരു സ്ഥലത്തേക്ക് തന്നെ നീങ്ങുന്നു. ഡോൾഫിൻസ് എല്ലാം ഡാൻസ് ചെയ്യുന്നത് വരെ അവൻ കണ്ടു. വേർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡ് ഫിഷ് തോട്ട് ഹീ ഫോളോഡ് ദം. അപ്പോൾ ഗോൾഡ് ഫിഷ് ആലോചിച്ചു, ഇവർക്ക് എവിടെയാണ് പോകുന്നത്? അങ്ങനെ അവരുടെ പിറകെ പോകാൻ അവൻ തീരുമാനിച്ചു. ഇൻ ദ ഡീപ് സീ ഹീ സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. ദ ഡോർസ് ഓഫ് ദ പാലസ് വെയർ വൈഡ് ഓപ്പൺ. അപ്പോൾ അവൻ നോക്കിയപ്പോഴോ കടലിനുള്ളിൽ ഒരു മനോഹരമായ ഒരു ഗ്ലാസ് കൊണ്ടുള്ള കൊട്ടാരം, ഒരു ചില്ല് കൊണ്ടുള്ള കൊട്ടാരം. അതുമാത്രമല്ല അതിൽ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ജെംസും പേൾസും കൊണ്ടെല്ലാം. എന്നിട്ടോ ദ ഡോർസ് ഓഫ് പാലസ് വെയർ വൈഡ് ഓപ്പൺ. എന്നിട്ട് ആ പാലസിൻ്റെ, ആ കൊട്ടാരത്തിൻ്റെ ഡോറുകളെല്ലാം തുറന്നു കിടക്കുന്നു. ദ മെർമെയ്ഡ്. മെർമെയ്ഡ് ആരാണ്? മത്സ്യകന്യക. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർ നിയർ ദ ഡോർ. ഹൗ പ്രട്ടി ഷീ ഈസ് എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്. അപ്പോൾ ഗോൾഡ് ഫിഷ് കൊട്ടാരത്തിൻ്റെ വാതിലിൽ അവിടെ എത്തിയപ്പോൾ ഒരു മനോഹരമായ, ഒരു സുന്ദരിയായ ഒരു മത്സ്യകന്യകയെ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, എത്ര സുന്ദരിയാണ് ഈ മത്സ്യകന്യക. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, വി ഹാവ് ബോട്ട് യു സം ഗിഫ്റ്റ്. ഓൾ ഓഫ് ദം സെറ്റ് ടുഗെദർ. അപ്പോൾ എന്താണ്? എല്ലാവരും പറയുകയാണ് ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. പ്രിൻസസ് ജൂലിയയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. പ്രിൻസസ് ആരാണ്? രാജകുമാരി. വി ഹാവ് ബോട്ട് യു സം ഗിഫ്റ്റ്. നമ്മളെല്ലാവരും ചേർന്ന് ഒരു ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം സെറ്റ് ടുഗെദർ. ദ ജെല്ലി ഫിഷ് ബോട്ട് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് തിളങ്ങുന്ന ലൈറ്റുകൾ കൊണ്ടുവന്നു. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. ദ ഡോൾഫിൻ ക്യാരിഡ് ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ്. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. അപ്പോൾ വെയിൽസ് എന്ത് കൊണ്ടുവന്നു? കിളിങ്ങുന്ന വളകൾ കൊണ്ടുവന്നു. ഡോൾഫിൻസ് നല്ല സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടുവന്നു. ജൂലി ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, കം ഓൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. അപ്പോൾ അവൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു. പ്രിൻസസ് ജൂലി എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? എല്ലാവരും വരൂ, നമുക്ക് പാർട്ടി തുടങ്ങാം. There was a big cake on the table in the hall. The party began. അപ്പോൾ പാർട്ടി തുടങ്ങി. അവിടെ ടേബിളിൽ, ഒരു ഹാളിൻ്റെ നടുക്കുള്ളൊരു ടേബിളിൽ എന്തുണ്ടായിരുന്നു? ഒരു വലിയ കേക്ക് ഉണ്ടായിരുന്നു. ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി? അവരെങ്ങനെയായിരിക്കും പാർട്ടി തുടങ്ങുന്നത്? നമുക്ക് നോക്കാം.
The birthday party. Princess Julia went to the table and cut the cake. Princess Julia എന്ത് ചെയ്തു? ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് പോയി കേക്ക് കട്ട് ചെയ്തു. She looked cute in her beautiful diamond crown. അപ്പോൾ അവളുടെ തലയിൽ എന്തുണ്ടായിരുന്നു? ഒരു കിരീടമുണ്ടായിരുന്നു. ഡയമണ്ട് വെച്ചിട്ടുള്ളൊരു കിരീടമുണ്ടായിരുന്നു. എല്ലാവരും കൈ കൊട്ടിക്കൊണ്ട് പാടി, ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. പ്രിൻസസ് ജൂലിയ, നിനക്ക് പിറന്നാൾ ആശംസകൾ. എവരി വൺ പ്രസൻറ്റഡ് ദിയർ ഗിഫ്റ്റ്സ് ടു ജൂലിയ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. അപ്പോൾ അവൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? നമുക്കെല്ലാവർക്കും ഡാൻസ് കളിക്കാം. The music began. They started dancing. മ്യൂസിക്, പാട്ട് തുടങ്ങി. അവരെല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കാനും തുടങ്ങി. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടങ്ങുക. സ്റ്റാർട്ടഡ് ഡാൻസിങ്. അപ്പോൾ എന്താണ്? അവരെല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കാനായി തുടങ്ങി. Now let's have the feast. ഫീസ്റ്റ് എന്താണ്? വിരുന്ന്. The princess invited. അപ്പോൾ പ്രിൻസസ് എന്ത് പറഞ്ഞു? വരൂ, എല്ലാവരും ഫീസ്റ്റിലേക്ക് വരൂ. ഫീസ്റ്റ് എന്താണ്? വിരുന്നിലേക്ക് എല്ലാവരും അവളെ ഇൻവൈറ്റ് ചെയ്തു. സോ യമ്മി, സോ ഡിലീഷ്യസ്. എ സ്റ്റാർ ഫിഷ് ലിക്ഡ് ഹിസ് പ്ലേറ്റ്. അപ്പോൾ ഒരു സ്റ്റാർ ഫിഷ് എന്ത് ചെയ്തു? അവൻ്റെ പ്ലേറ്റ് വരെ ലിക്ക് ചെയ്യാൻ തുടങ്ങി. ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നക്കി. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? സോ യമ്മി, എന്ത് ടേസ്റ്റാണ്. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. ഇപ്പോൾ ഒരു ഷാർക്ക് എന്ത് പറഞ്ഞു? എനിക്ക് ചോക്ലേറ്റ് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അത് അപ്പാടെ വിഴുങ്ങി. The juice is so refreshing. A jellyfish sipped to the last drop. അപ്പോൾ ആ ജ്യൂസിൻ്റെ അവസാന ഡ്രോപ്പ് വരെ കുടിച്ചുകൊണ്ട് ജെല്ലിഫിഷ് പറഞ്ഞു, ഈ ജ്യൂസ് എന്ത് റിഫ്രഷിംഗ് ആണ്. സഡൻലി ഡോൾഫിൻ വിസിൽ ലൗഡ്ലി. വാട്ട്സ് ഹാപ്പനിങ് ആസ് ദ ഷാർക്ക്. പെട്ടെന്ന് ഡോൾഫിൻ എന്തോ കേട്ട് വിസിൽ ചെയ്യുന്നത് പോലെ തോന്നി. അവൻ എന്തോ കണ്ടിട്ട് ഉറച്ച് വിസിൽ ചെയ്തു. വാട്ട്സ് ഹാപ്പനിങ്. അപ്പോൾ സ്രാവ് ചോദിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ. അപ്പോൾ എന്തിനായിരിക്കും ഡോൾഫിൻ വിസിൽ ചെയ്തത്? എന്തോ ഒരു അപകടമുണ്ട്. ത്രെറ്റ്, എന്തോ ഒരു ആപത്ത്. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ എക്സ്ക്ലെയിം ദ ഡോൾഫിൻ. ഓൾ ബിക്കം ആംഗ്രി. അപ്പോൾ ഡോൾഫിൻ എന്ത് പറഞ്ഞു? ആ മനുഷ്യർ വരികയാണ്, അവർ പ്ലാസ്റ്റിക് എല്ലാം ഈ കടലിലേക്ക് വലിച്ചെറിയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ദേഷ്യം വന്നു. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ദ ഷാർക്ക് ഗ്രൗണ്ടഡ് ഹിസ് ടീത്ത്. അപ്പോൾ എന്താണ് അവർ പറയുകയാണ്? നമ്മുടെ ഒരുപാട് കൂട്ടുകാർ മരിച്ചത് ഈ പ്ലാസ്റ്റിക് എല്ലാം കഴിച്ചിട്ടാണ്. വി ഷുഡ് സ്റ്റോപ്പ് ദം ദേ സെറ്റ് ടുഗെദർ. അപ്പോൾ അവരെന്ത് പറഞ്ഞു? നമ്മൾ ഈ മനുഷ്യരെ സ്റ്റോപ്പ് ചെയ്യണം, ഈ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്ന് തടയണം. ഡോണ്ട് വറി ഫ്രണ്ട്സ് സെഡ് ദ ബ്ലൂ വെയിൽ. അപ്പോൾ ബ്ലൂ വെയിൽ എന്ത് പറഞ്ഞു? നീലത്തിമിംഗലം പറയുകയാണ്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഐ ആം ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഇൻ ദ വേൾഡ്. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആനിമൽ. ഞാൻ ഇവരെല്ലാം ഓടിച്ചു വിടും. ബ്ലൂ വെയിൽ took a swift turn and swished. The shark followed her. അപ്പോൾ ബ്ലൂ വെയിൽ എന്ത് ചെയ്തു? വളരെ ദേഷ്യത്തിലൊന്ന് കറങ്ങിയ ശേഷം വേഗം എങ്ങോട്ടേക്കോ പോവുകയാണ്. ഷാർക്ക് അവളുടെ പിറകെ പോയി. ബ്ലൂ വെയിലിൻ്റെ പിറകെ ഷാർക്കും ഓടി. ഫോർഗിവ്നെസ് എന്നാൽ എന്താണ്? മാപ്പ്. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻ നിയർ ദ ബോട്ട്. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. അപ്പോൾ വെയിലും ഷാർക്കും തിമിംഗലവും സ്രാവും കൂടി ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഷാർക്ക് എന്ത് ചെയ്തു? ബോട്ടിനെ അവൻ്റെ വാല് കൊണ്ടൊന്ന് അടിച്ചു. ദ മെൻ ഇൻ ദ ബോട്ട് ട്രെംബിൾഡ് വിത്ത് ഫിയർ. അപ്പോൾ ആ ബോട്ടിലുണ്ടായിരുന്ന മനുഷ്യരൊന്ന് പേടിച്ചു. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ ഒരുപാട് കരഞ്ഞു. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച് ദെയർ. ഈ സമയം കൊണ്ട് ആ പ്രിൻസസ് രാജകുമാരി അവിടേക്ക് എത്തി. ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺഡ് ഹർ ക്ലോസ്. ക്രാബ് ആരാണ്? ഞണ്ട് അവൻ്റെ ക്ലോസ് തുറന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ന് ഇവരെ എല്ലാവരെയും ക്രഷ് ചെയ്ത് കളയും, ഇവരെല്ലാം എൻ്റെ ശക്തി കൊണ്ട് ഇല്ലാതാക്കുമെന്ന് പറയുകയാണ്. പ്ലീസ് ഡോണ്ട് ഹേർട്ട് us. വി ഡോണ്ട് ഡം പ്ലാസ്റ്റിക് ഇൻ സീ അഗെയിൻ. ദ മെൻ ബെഗ്ഡ്. അപ്പോൾ മനുഷ്യർ യാചിച്ചു. എന്താണ്? ഇനിയും നമ്മളെ ഹേർട്ട് ചെയ്യരുത്, നമ്മൾ ഇനി ഒരിക്കലും പ്ലാസ്റ്റിക് കടലിൽ ഇടില്ല. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ അവരെന്ത് പറഞ്ഞു? യു ആർ പൊല്യൂട്ടിങ് അവർ സീ. നിങ്ങൾ നമ്മളുടെ കടലിനെ മാലിന്യം കൊണ്ട് നിറയ്ക്കുകയാണ്. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്. നിങ്ങൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുകയാണ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. വോൺ പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. അപ്പോൾ അത് ആരാണ് പറഞ്ഞത്? പ്രിൻസസ് ജൂലിയ പറയുകയാണ്, നിങ്ങളാണ് നമ്മുടെ കടലിനെ നശിപ്പിക്കുന്നത്, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അവരെ വിട്ടു. റൈസ് ഓഫ് സൺ ബ്രൈറ്റൻ ദ വേവ്സ്. അപ്പോൾ എന്ത് പറ്റി? സൂര്യകിരണങ്ങൾ വന്ന് തിരമാലകളിൽ വീണ് തിരമാലകളുടെ നിറം കൂടുതൽ ശക്തമാക്കി. റൈസ് ഓഫ് സൺ ബ്രൈറ്റൻ ദ വേവ്സ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.